ആലപ്പുഴ ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമ്പലപ്പുഴയിലെത്തുമ്പോൾ കവിതകളെ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ ശിവകുമാർ അമ്പലപ്പുഴ എന്ന കവിയെ കുറിച്ചുകൂടി ഓർമ്മയിലേക്ക് വരും. എന്നാൽ അമ്പലപ്പുഴയുടെ മാത്രം കവിയല്ല ശിവകുമാർ അമ്പലപ്പുഴ. കേരളത്തിൻ്റെ കവിയാണ്, എല്ലാ പുഴകളുടെയും കവിയാണ് എന്നും പറയാം. പുഴയാണ് കവി, കവിക്കൊരു ദേശമില്ല, ഒഴുകുന്ന വഴികളൊക്കെ ദേശമാകുന്നു. മുൻപ് ഉപയോഗിക്കാത്ത ഭാഷയും ആ ഭാഷയുടേത് മാത്രമായ ഒരു ദേശവും കവി സൃഷ്ടിച്ചിരിക്കണം. സ്വന്തം കവിതയ്ക്ക് ഇങ്ങനെ മുഖവുര എഴുതിയ കവിയാണ് ശിവകുമാർ അമ്പലപ്പുഴ. തൻ്റെ കവിതയെക്കുറിച്ച് മൊത്തത്തിലും ബോധ്യമുള്ള ഒരു കവിക്ക് മാത്രമേ ഇങ്ങനെയൊരു മുഖവുര സ്വയം എഴുതാൻ കഴിയുകയുള്ളൂ. 5 പതിറ്റാണ്ടിലേറെയായി മലയാള കവിതയിൽ സവിശേഷമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കവിയാണ് ശ്രീ ശിവകുമാർ അമ്പലപ്പുഴ. പനിക്കൂർക്ക, പഴനീരാണ്ടി, പാവലേ എൻ പാവലേ, മുയൽ രോമം കൊണ്ടുള്ള ബ്രഷ് എന്നിങ്ങനെയുള്ള കവിതാ സമാഹാരങ്ങൾക്ക് ശേഷം അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ സമാഹാരം ശിവകുമാർ അമ്പലപ്പുഴയുടെ കവിതകൾ എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ പുസ്തകവും അതിൻ്റെ രചയിതാവുമാണ് ഇന്ന് തത്സമയം നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ ശിവകുമാർ അമ്പലപ്പുഴ, സ്വാഗതം. ശിവകുമാർ അമ്പലപ്പുഴയുടെ കവിതകൾ എന്ന് പറയുന്ന ശീർഷകം, അങ്ങനെ ഒരു ശീർഷകം സാധാരണ ഏതൊരു കവിയെ സംബന്ധിച്ചിട്ടും പലതരത്തിലുള്ള കവിതാ സമാഹാരങ്ങൾ ഇറങ്ങുന്നു. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശീർഷകങ്ങൾ വരുന്നു. അതിനുശേഷം ഒരു കവിക്ക് സ്വയം തോന്നുന്ന ഒരു സവിശേഷ സന്ദർഭമാണ് എൻ്റെ കവിതകൾ എന്ന രൂപത്തിൽ സ്വന്തം പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ശിവകുമാർ അമ്പലപ്പുഴയുടെ കവിതകൾ എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതാ എൻ്റെ സമ്പൂർണമായ ഇതുവരെയുള്ള കാവ്യജീവിതത്തിലെ മുഴുവൻ കവിതകളും വയ്ക്കാൻ സമയമായി എന്ന് തോന്നിപ്പിക്കുന്നത് ഒരു കാവ്യജീവിതത്തിൻ്റെ ഒരു നിറവാണ്, ഒരു സമ്പൂർണതയാണ്. ആ സമ്പൂർണതയിലേക്ക് എത്തിച്ചേർന്ന കവിതയുടെ വഴികളെക്കുറിച്ചാണ് ആദ്യമേ ചോദിക്കാനുള്ളത്. 50 വർഷങ്ങൾക്ക് മുൻപ് പൂമ്പാറ്റ എന്ന മാസികയിൽ, അത് കുട്ടികളുടെ പ്രസിദ്ധീകരണമായിരുന്നു അന്ന്, ഇന്ന് പൂമ്പാറ്റ എന്നുള്ള ആ മാസികയില്ല, അതിൽ ആണ് ആദ്യത്തെ കവിത താങ്കൾ എഴുതുന്നത്. 50 വർഷം മുമ്പ് കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഇടനിലത്തിൽ നിന്നുകൊണ്ടാണ് ആ കവിത താങ്കൾ എഴുതുന്നത്. അന്ന് കവിത എന്നാൽ എന്ത്, അതിൻ്റെ അനുഭൂതി എന്താണ്, അത് കാവ്യാനുഭവം എന്നാൽ മറ്റ് നമ്മുടെ ജീവിതത്തിലെ വൈകാരികാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതെന്താണ്, എനിക്ക് അത് എഴുതാനുള്ളൊരു സവിശേഷമായിട്ടുള്ള കഴിവുണ്ടല്ലോ, എങ്കിൽ ഞാൻ ഇതിലൂടെ തന്നെ പോകേണ്ടതുണ്ടല്ലോ എന്ന് അതിൽ ഉറച്ചു നിന്ന സന്ദർഭം, പിന്നീട് ഈ 50 വർഷത്തിനിടയിൽ കവിതയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വ്യക്തിപരമായിട്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ അതൊരു നല്ല പ്രവേശനമായിരിക്കും. ശ്രീ ശിവകുമാർ അമ്പലപ്പുഴ. കവിത എഴുതുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി കവിത എഴുത്ത് ആർക്കും തുടങ്ങാൻ പറ്റത്തില്ല. അത് പ്രത്യേകമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട് അമ്പലപ്പുഴയിൽ, എൻ്റെ വീട് എന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് തെക്കുവശത്താണ്. അപ്പൊ ഈ അമ്പലത്തിൽ നടക്കുന്ന പല ഈ കലാപരിപാടികൾ പലതുമുണ്ട്. പണ്ട് ഒക്കെ ഉണ്ടായിരുന്ന പാഠകം, കഥകളി, അങ്ങനെയൊക്കെയുള്ള ഈ കഥകളിയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കഥകളി കാണാൻ പോവുക, പാഠകം കഥകൾ പറയുകയും അതിനിടയ്ക്ക് ശ്ലോകങ്ങൾ വരികയും അഭിനയിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ വായന ഒരു ഹരമായി കുറെ കഴിയുമ്പോൾ ഹരമായി മാറുകയും അതിന് ഏറ്റവും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ അവിടെ അമ്പലപ്പുഴ പി.കെ. മെമ്മോറിയൽ ഗ്രന്ഥശാല വളരെ വലിയ ഗ്രന്ഥശേഖരമുള്ള ഒരു ഗ്രന്ഥശാലയാണ്. അവിടെ കയറി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ആദ്യം ഈ എല്ലാവരും തുടങ്ങുന്ന പോലെ ഡിറ്റക്റ്റീവ് നോവലുകളിലാണ് തുടക്കം എങ്കിലും പിന്നെ കഥയും, അത് കഴിഞ്ഞിട്ട് എപ്പോഴോ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ കണ്ണമ്മൂലപ്പാലവും സ്വല്പം പ്രണയവും, അങ്ങനെയൊക്കെയുള്ള അതായത് വളരെ രസകരമായ കടുവാപ്പടം, തിങ്ങുമുടുപ്പും, അങ്ങനെയൊക്കെ ഈ കൂളിംഗ് ഗ്ലാസും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ വളരെ രസകരമായി തോന്നി. അപ്പൊ ഗൗരീശപട്ടത്തിൽ തുടങ്ങി. പിന്നെ പള്ളത്തുരാമൻ, ആ കാലത്ത് നമ്മൾ വായിക്കാൻ അന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കവികൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആശാനിലോ വള്ളത്തോളിലോ ഉള്ളൂരിലോ ഒന്നും കവിത വായിച്ചു തുടങ്ങിയില്ല. പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ് ഇവരെയൊക്കെ വായിക്കാൻ പറ്റുന്നത്. അന്ന് തുടങ്ങുന്നത് ഇവരിലാണ്. പിന്നീട് അമ്പലപ്പുഴയിലെ ഈ അമ്പലപ്പുഴ ഗോപകുമാർ, തകഴി വേണുഗോപാൽ എന്നൊക്കെ പറയുന്നവര് ഈ ചില സാഹിത്യ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ കടമ്മനിട്ട് രാമകൃഷ്ണൻ, അയ്യപ്പപ്പണിക്കർ, കാവാലൻ നാരായണ പണിക്കർ, പുനലൂർ ബാലൻ. അപ്പൊ പുനലൂർ ബാലന്റെ ഒരു കവിത അന്ന് ഞാൻ കേട്ട ഒരു നിഷ്ക്രമണം എന്ന് പറയുന്ന ഒരു കവിത, അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരു കവിതയാണ്.
ആ കവിത വായിച്ചതോടുകൂടിയാണ് നമുക്ക് ഈ കവിതയോടൊരു അഭിനിവേശം. അന്നത് ആ കവിത പൂർണ്ണമായി മനസ്സിലാക്കാനൊന്നും എനിക്ക് അന്ന് പറ്റിയിട്ടില്ല. അതിലെ ചില വാക്കുകളൊന്നും നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത വാക്കുകളുണ്ട്. അപ്പൊ എന്നാല് ഈ അതുപോലെ തന്നെ മറ്റേ കോട്ടയിലെ പാട്ട് ജലജനാഭശയിപ്പുനീഹ ജലോഷ്മള വീഥിയിൽ തലയൊരായിരമുള്ള നാഗവിഷമയ മൂർച്ചയിൽ എന്നൊക്കെ പറയുമ്പോ അതൊരു രസമായിട്ട് തോന്നി. പിന്നെ അങ്ങനെ ആ വായനയിലൂടെ പിന്നെ ഈ പറയുന്ന എന്റെ നാട്ടുമ്പുറത്തിന്റെ അനുഭവങ്ങള് ഈ തകഴി, കരുമാടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള അവിടെയുള്ള ഞാനൊരു ഒരു അലഞ്ഞു തിരിയുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലവും വള്ളംകളി, പിന്നെ അമ്പലപ്പുഴ വേലകളി ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതിലെ ചില താളങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ വൃത്തം അല്ല ഉദ്ദേശിക്കുന്നത്. വായ്ത്താരി താളങ്ങള്, നാടൻ താളങ്ങള്, പിന്നെ അതുപോലെ ഇട്ടിയാതി എന്ന് പറയുന്ന ഒരു ആശാൻ ഉണ്ടായിരുന്നു. മകത്തിനൊക്കെ വന്ന് നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഈ ഈ പാട്ടുകള്, നാവൂറ് പാട്ട് അങ്ങനെ പാട്ട് പാടാൻ വരുന്നതാണ്. അവിടെ അങ്ങനെയാണ് ഇടനാടൻ പാട്ടൊക്കെ കേൾക്കുന്നത്. അങ്ങനെ പല പല താളങ്ങള്, ഒരുപാട് താളങ്ങള്. കടപ്പുറത്ത് പോകുമ്പോൾ അവിടെ അർണോസ് അണ്ണൻ എന്ന് പറഞ്ഞിട്ട് അണ്ണൻ ഉണ്ടായിരുന്നു. തമിഴും മലയാളവും കലർന്ന ഒരു ഭാഷയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കടലിന്റെ ചില പാട്ടുകൾ അങ്ങനെ അങ്ങനെയാണ് ആദ്യമായി ഒന്ന് കവിത എഴുതണം എന്ന് തോന്നി തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒരെണ്ണം എഴുതിയത് അവിടെ അമ്പലപ്പുഴ സ്കൂളിൽ തന്നെയുള്ള KN ചന്ദ്രശേഖര കൈമൾ. അദ്ദേഹം ഇപ്പൊ ഇല്ല. കൈമൾ സാറിന്റെ കയ്യില് ഈ കവിത ചെന്ന് പെടുകയാണ് ഉണ്ടായത്. സ്കൂളില് 9-ലോ 10-ലോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു. അത് സാറ് എടുത്ത് ഇത് കൊള്ളാമല്ലോടാ, ഇതൊന്നും കൂടി തിരുത്തി വൃത്തിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോഴാണ് അതാണ് ഈ പൂമ്പാറ്റയിൽ വന്ന മാപ്പ് എന്ന കവിത. തുമ്പി ഞാൻ നിന്നെ ഓർത്തു കേഴുന്നു ദീനദീനം വെമ്പിടുന്നെന്റെ ചിത്തം നിങ്കൽ മാപ്പ് അപേക്ഷിക്കാൻ എന്ന് പറയുന്ന ഒരു കവിതയാണ്. പിന്നീട് ഈ ഒരു കവിയരങ്ങ്, അന്ന് ദൈവത്താർ എന്ന് പറയുന്ന നാടകമുണ്ട് കവാലത്തിന്റെ. അതിന് മുമ്പ് ഒരു കവിയരങ്ങുണ്ട്. അതിലും ഈ കടമ്മനിട്ട കാവാലം വിശ്വനാഥക്കുറുപ്പ് അവരൊക്കെയാണ് അന്ന് ആ പ്രദേശത്ത് ഉള്ള പ്രശസ്ത കവികൾ പലരും. അമ്പലപ്പുഴ ഗോപകുമാർ സാറാണ് എന്നെ കൂടി ആ കവിയരങ്ങിൽ ക്ഷണിച്ചു. അന്ന് ഞാൻ വായിച്ച കവിത എന്ന് പറയുന്നത് വേഴാമ്പൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇരവ് പകൽ അലയും ഒരു വേഴാമ്പലാണു ഞാൻ, ഇവിടെ ഒരു ദാഹമായി കത്തി നിൽക്കുന്നു ഞാൻ. ജനനി സുത മമ തനയൻ എന്നു വേണ്ടിന്നും എൻ ജായയും താതനും പോലും വെറുക്കുന്നു. ഈ കവിതയാണ് അവിടെ ചൊല്ലിയത്. ഈ കവിയരങ്ങ് കഴിഞ്ഞിട്ട് ഈ ചായ കുടി സമയത്ത് പണിക്കർ സാറ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ രാമായണം വായന കേൾക്കാറുണ്ടല്ലോ? ഞാൻ കേൾക്കാറുണ്ട്. സുന്ദരകാന്ഡമാണോ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു. വലിയ ഇഷ്ടമാണ്. സുന്ദരകാന്ഡത്തില് അങ്ങനെ ഈ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള എഴുതുമ്പോ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി. നീ ആദ്യം നിന്റേതായിട്ടുള്ള വാക്കുകളൊക്കെ നിന്റേതായിട്ടുള്ള വാക്കുകൾ നിനക്ക് തപ്പിപ്പിടിക്കാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടാണ് പിന്നീടാണ് ഈ മറ്റ് രീതിയിലേക്കുള്ള കവിതകളിലേക്ക് പോകുന്നതും. പിന്നെ ആദ്യമായി ഒരു ഗൗരവതരമായ ഒരു കവിത പ്രസിദ്ധീകരിക്കുന്ന ഒരു സംക്രമണം എന്ന് പറയുന്നത്, അതും ഇവിടെ പണിക്കർ സാറിന്റെ ഇതില് KN ഷാജി, പ്രിയദാസ് മംഗലത്തും ഒക്കെ കൂടി തുടങ്ങുന്ന സംക്രമണം എന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അതിനകത്ത് ആദ്യത്തെ കവിത വരുന്നത്. അതില് ഒരു കവിത, അതിന്റെ പേര് ഓർമ്മയില്ല, ഏകലവ്യൻ എന്നോ മറ്റുമാണ്. പിന്നെ ഈ കോളേജില് പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യം, കൂടിയിൽ സുരേന്ദ്രൻ, കളർകോട് ചന്ദ്രദാസൻ, VP ഷൺമുഖം, നമ്മുടെ സാബു ഷൺമുഖത്തിന്റെ ഒക്കെ പിതാവാണ്. അങ്ങനെ കുറെ കവികളുള്ള ഒരു നാടാണ് മധുവനം ഭാർഗവം പിള്ള. അപ്പൊ അവരൊക്കെ ഈ പങ്കെടുക്കുന്ന കവിയരങ്ങളിൽ പിന്നെ എന്റെ തൊട്ട് ജൂനിയറായി പഠിച്ചതാണ് രഞ്ജി പണിക്കര്, IB മന്മഥൻ, മധുവനത്തിന്റെ മകൻ. അങ്ങനെ ഞങ്ങള് ഈ കവിയരങ്ങുകൾക്കൊക്കെ പോകാൻ തുടങ്ങിയുള്ളൂ. അങ്ങനെയാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു കവി ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും കവി ആവാൻ പറ്റും എന്നൊരു ബോധം, ഒരു ആത്മവിശ്വാസം ഉണ്ടായത് അവിടെ വെച്ചാണ്. ഒരു സമ്പർക്കങ്ങളും കൂട്ടുകെട്ടുകളുമാണ്. അങ്ങനെയൊക്കെയാണ് കവിതയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ബനേഷ് പറഞ്ഞ ഈ പുഴ പോലെയാണ് കവി, ദേശമില്ല,
ചെല്ലുന്നതൊക്കെ കവിക്ക് ദേശമാണ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അങ്ങനെയാണ്. എനിക്ക് ഒരു ഞാൻ 38 വർഷം ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു ബാങ്കിലാണ്. അപ്പൊ 80-ൽ ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളില് ഈ പല ബ്രാഞ്ചുകളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് അപ്പോഴേ അതായത് 21 വയസ്സുള്ളപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് വിട്ടു പോകുന്ന ആളാണ് ഞാൻ. പിന്നെ ഞാൻ ഒരുപാട് ബ്രാഞ്ചുകളിൽ ജോലി ചെയ്ത് ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ഇപ്പോ ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അമ്പലപ്പുഴക്കാരനാണോ? അതുമല്ല. അപ്പൊ ഏതാണ് എന്റെ ദേശം എന്ന് ചോദിച്ചാൽ എന്റെ കവിതയിൽ കാണുന്നതൊക്കെ എന്റെ ദേശം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എത്തിച്ചേരുന്ന ഇടങ്ങളെയെല്ലാം സ്വന്തം കവിതയുടെ ദേശങ്ങളും ഭൂപ്രകൃതികളുമാക്കി മാറ്റുന്ന ഒരു പ്രത്യേകത ശിവകുമാർ അമ്പലപ്പുഴയുടെ കവിതകൾ പൊതുവെ കാണുന്നുണ്ട്. മലയാള ഭാഷയിൽ നിന്നുകൊണ്ട് നാം അതിൻ്റെ വരമ്പത്തും അതിൻ്റെ ഉൾത്തടത്തിലും അതിൻ്റെ ആകാശത്തിലും നിന്നുകൊണ്ട് കവിത എഴുതുമ്പോൾ പോലും ചെന്ന് ചേരുന്ന ഇടങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ നാട്ടുമൊഴി വഴക്കങ്ങൾ അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മനഃപൂർവ്വമുള്ള ഉൾപ്പെടുത്തലല്ല, സ്വയമേ അത് ശിവകുമാർ അമ്പലപ്പുഴയുടെ കാവ്യഭാഷയിൽ അലിഞ്ഞു ചേരുകയും അത് പ്രകടിതമായി തീരുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അങ്ങനെ ചെന്നു ചേരുന്ന ഇടങ്ങളുടെ വാക്കുകൾ കൂടി ഉൾപ്പെടുന്ന കവിതയായിട്ട് മാറുമ്പോൾ അതൊരു മാനക ഭാഷയുടെ എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്ന ഒരു ഭാഷയുടെ സുതാര്യത ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കവിത അങ്ങനെയുള്ളൊരു ശില്പഭദ്രതയിൽ നിന്നാൽ മതി എന്നുള്ള തോന്നൽ കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അത് 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 അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കവിതകളാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണോ കവിതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നും പറയേണ്ടി വരും. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് സംസ്കൃത പദങ്ങള് പദങ്ങളോട് എനിക്ക് ഒരു വിരക്തിയൊന്നുമില്ല. പക്ഷെ സംസ്കൃത പദങ്ങൾക്ക് പകരം എനിക്ക് മലയാള പദങ്ങൾ കിട്ടുമെങ്കിൽ മാത്രമല്ല, ആ മലയാള പദങ്ങൾ വരുമ്പോ ഈ കവിതയിൽ തട്ടും തടവും ഇല്ലാതെ എനിക്ക് കുറച്ചുകൂടി സുഗമമായി വളരെ സിമ്പിളായി എഴുതി പോകാൻ പറ്റും. അതായത് സിമ്പിളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ എഴുത്ത് എനിക്ക് വഴങ്ങുന്നത് ആ ഒരു ഇതാണ്. അത് മിക്കവാറും ചിലപ്പോ ഈ വൃത്തത്തിലല്ലാതെ, എന്നാൽ വൃത്തത്തിലല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഒരു താളമുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിന് പോലും നമുക്കൊരു താളമുണ്ട്. ലോട്ടറി കച്ചവടക്കാരന് താളമുണ്ട്. ഈ പ്രഭാഷണം നടത്തുന്നയാൾക്ക് താളമുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള താളം പോലെ നമ്മളെ സംസാരത്തിന് ഒരു താളമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പ്രമേയമാണോ പറയുന്നത് അത് നമുക്കൊരു താളവും ചിലപ്പോൾ അത് തന്നെ നമുക്കൊരു ശില്പഘടനയും കവിതയുടെ ശില്പഘടനയും തരുന്നത് ആ പ്രമേയം തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പൊ എനിക്ക് ഈ പലപ്പോഴും എനിക്ക് കിട്ടുന്നത് ഈ നാട്ടു ഭാഷ മലയാള പദങ്ങളാണ് കൂടുതലും എനിക്ക് കിട്ടുന്നത്. ഏതായാലും എനിക്ക് എന്റെ കവിത ആസ്വാദകരായിട്ടുള്ള അല്ലെങ്കിൽ കവി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ മലയാളത്തിൽ ഒരു വൊക്കാബുലറി എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഞാനത് ആർജിച്ചത് അല്ല. അത് ഈ തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞ എന്റെ ആ ജീവിത സാഹചര്യങ്ങള് അതായത് പല 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 നാടുകളില് ഞാൻ പെരുമ്പാവൂര്, ആലപ്പുഴ, തിരുവല്ല, അവിടെ പിന്നെ വെണ്ണിക്കുളം, ഇങ്ങനെ ഒരു 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 ബന്ധവുമില്ലാത്ത പല പല ഭാഷകൾ സംസാരിക്കുന്ന പല പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഭാഷകളുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ചും ഒന്നുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ ഞാന് വീട്ടിൽ സംസാരിക്കുന്ന ഇപ്പോഴല്ല മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. ഞാനൊരു തമിഴ് വംശജനാണ്, വേണമെങ്കിൽ പാണ്ടി എന്ന് പറയാം. അപ്പോ ആ തമിഴും എനിക്ക് നല്ല വശമാണ്, സംസാരിക്കാനും എഴുതാനും അറിയാം. അപ്പൊ ആ തമിഴിനോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ എനിക്ക് കുറച്ചുകൂടി വഴങ്ങുന്നതാണ്, മെരുങ്ങുന്നതാണ്. അതുകൊണ്ടാവാം എന്റെ ഭാഷ അങ്ങനെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. അതെ, ആ തമിഴിൻ്റെ സാംസ്കാരികമായ സ്വാധീനവും പലതരത്തിൽ കവിതയിൽ പ്രകടമാണ്. പഴനീരാണ്ടി പോലുള്ള കവിതകളുടെ ശീർഷകങ്ങളിൽ തന്നെ അങ്ങനെ ഒരു സൂചന ചിലപ്പോൾ വന്നു എന്ന് വന്നേക്കാം. എന്തായാലും ശിവകുമാർ അമ്പലപ്പുഴയുടെ പ്രശസ്തമായിട്ടുള്ള കവിതകളിലൊന്നാണ് പഴനീരാണ്ടി പോലെയുള്ള കവിതകൾ. അതേപോലെ തന്നെ ഈ കവിതയുടെ ശീർഷകങ്ങൾ പോലും ഈ പറഞ്ഞ
വലിയ രീതിയിൽ ആകർഷിക്കപ്പെടേണ്ടതുണ്ട് എൻ്റെ കവിതയുടെ സമാഹാരത്തിൻ്റെ ശീർഷകം എന്നുള്ള വിചാരത്തോടു കൂടി അങ്ങനെയുള്ള ശീർഷകം വയ്ക്കുന്നതിന് പകരം ഇപ്പോൾ പനിക്കൂർക്ക അല്ലെങ്കിൽ പാവലേ എൻ പാവലേ രണ്ടിനും ഒരു വിദൂരമായ സാമ്യമുണ്ട് നമ്മുടെ പച്ചക്കറി കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ മണവുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാവയ്ക്കായിൽ നിന്ന് ഒരു കവിതയുണ്ടാവുന്നു, അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാൻ കഴിയുക ശിവകുമാർ അമ്പലപ്പുഴയ്ക്ക് മാത്രമായിരിക്കും. പാവലേ എൻ പാവലേ എന്നുള്ള ആ കവിതയുടെ വരവ് എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കാമോ? ഒപ്പം തന്നെ ആ കവിത ഒന്ന് വായിക്കുകയും ചെയ്യാമോ? പാവലേ എൻ പാവലേ എന്ന് അങ്ങനെ ഒരു ശീർഷകം അല്ല ആദ്യം ഉണ്ടായത്. അതായത് ഈ പച്ചക്കറി മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ സ്ഥിരമായി ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് പച്ചക്കറി പാലൊക്കെ നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് സ്ഥിരമായി ഒരു ചേച്ചിയുണ്ട്, മഡോണ എന്നാണ്, വളരെ നല്ല പേരല്ലേ, മഡോണ എന്ന് പറയുന്ന ചേച്ചിയുടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഈ മഡോണ ചേച്ചിയോട് ഇങ്ങനെ നിന്ന് സംസാരിച്ച് ഒരു കുറേ നേരം നിന്ന് ചേച്ചി ഉള്ളത് തിരുവനന്തപുരത്തെ ചാല കമ്പോളത്തിലാണോ? അതെ, അത് ബലേഷിന് മഡോണ ചേച്ചി അറിയോ? അല്ല, ഞാൻ ചാലക്കമ്പോളത്തിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ നിരവധി നാളുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ ചേച്ചി ഇല്ല കേട്ടോ, അവര് പോയി, അവരിപ്പോ ഈ ജീവിച്ചിരിപ്പില്ല. മഡോണ ചേച്ചി ഞാൻ ഇത് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാനിവിടെ 98-ലാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പൊ ആ മഡോണ ചേച്ചി ആണ് എനിക്ക്, മഡോണ ചേച്ചി എടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ പാവയ്ക്കയെ പറ്റിയൊക്കെ അവരിങ്ങനെ, നാടൻ പാവയ്ക്കയുണ്ട്, അല്ലാതുള്ള പാവയ്ക്കയുണ്ട്, ഹൈബ്രിഡ് പാവയ്ക്കയുണ്ട്. അപ്പൊ മോനെ ഇത് നല്ല പാവയ്ക്കയാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയും പാവയ്ക്ക എന്തായാലും നല്ല പാവയ്ക്ക എന്ന് പറയും, പാവയ്ക്കയ്ക്ക് കയ്പാണ്. അപ്പൊ അവര് പറഞ്ഞത് മോനെ കയ്പാണ് ഈ എല്ലാത്തിൻ്റെയും പുണ്യം എന്ന് പറയുന്നത്. അതായത് ഈ നമുക്ക് നല്ല പോലെ കഴിക്കുന്ന ഒരു സാധനം നാവിൽ വെച്ച ശേഷം മധുരം കഴിക്കുമ്പോൾ കൂടുതൽ മധുരിക്കും എന്ന് വരുന്ന രീതി, അത് അവരുടേതായ ഭാഷയിൽ എന്നോട് പറഞ്ഞു. കയ്പാണ് പുണ്യം. അപ്പൊ ആ ഒരു വരിയാണ്, കശർപ്പല്ലോ കർമ്മ പുണ്യം, ആ വരിയാണ് ഈ കവിതയിൽ ആദ്യം വരുന്ന വരി. പിന്നെ അതിന്റെ പുറകോട്ടും മുമ്പോട്ടും ഉണ്ടായ വരികളാണ്. അപ്പൊ അതില് ഈ അത് അങ്ങനെ പറയാൻ കാര്യം, ഈ മഡോണയുടെ ഈ ജീവിതം, അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഈ ഭർത്താവ് ആയിട്ടുള്ള ആ ബന്ധത്തിലുണ്ടായ ചില കുഴപ്പങ്ങളും അവരുടെ മക്കളുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അപ്പൊ അതുമൊക്കെ കൂടി വെച്ചിട്ട് ആ ഒരു സ്ത്രീ ജീവിതത്തെ കുറിച്ച് കൂടി, അതായത് ഈ താഴേക്കിടയിലുള്ള സ്ത്രീകളുടെ ജീവിതം കൂടി ഉദ്ദേശിച്ചിട്ടാണ്, അങ്ങനെ ആണ് ആ കവിത സംഭവിക്കുന്നത്. അത് പാവലേയൻ പാവലെ എന്ന സമാഹാരത്തില് ഉള്ള കവിതയാണ്. അപ്പൊ ആ കവിത ഇപ്പൊ ചൊല്ലാം അല്ലേ? അതെ, ശിവകുമാർ അമ്പലപ്പുഴയുടെ കവിതകൾ എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള സമ്പൂർണ്ണ സമാഹാരത്തിലും ആ കവിതയുണ്ട്, അത് വായിക്കാം. ആ കവിത ഈ സമാഹാരത്തിലുമുണ്ട്. പാവലേൻ പാവലെ, പനിക്കൂർക്ക, പഴനീരാണ്ടി, മുയൽ രോമം കൊണ്ടുള്ള ബ്രഷ്, അങ്ങനെയുള്ള എല്ലാ സമാഹാരങ്ങളിലെയും കവിതകൾ ഇതിലുണ്ട്. ഇതിൽ 100 കവിതകളാണുള്ളത്. അപ്പൊ ഞാൻ പാവലെ എൻ പാവലെ എന്ന കവിത ഇതാണ്. പാവനം ഒരു പാവനം, പടിഞ്ഞാറേ ജനാലയ്ക്കൽ പാവലേ എൻ പാവലേ, മുളച്ചപ്പോഴേ തൂങ്ങാൻ വിധിച്ചല്ലോ കയർപ്പന്തൽ, മുളച്ചപ്പോഴേ തൂങ്ങാൻ വിധിച്ചല്ലോ കയർപ്പന്തൽ, തടം കോരി തടുത്തുള്ള പടപ്പും പൂപ്പടപ്പും, ഇടയ്ക്കല്ലോ കണ്ണു കിട്ടി
കെട്ടിക്കിടക്കുന്നു ഞാൻ ഒരുത്തി പാവലേ പാവലേ. പച്ചയിർക്കിൽ കോർമ്പലിന്മേൽ ചോരയിട്ടും പരൽ പോലെ പഴുത്താരും പറിക്കാതെ പിഴപ്പാഴായി പിറന്നോളൂ പാവലേ പാവലേ. അടർന്നേ പോയി കീഴ്പാതി അടർമണ്ണിൽ മുളച്ചേക്കാം. കിളിക്കൂട്ടം കാർന്ന ബാക്കി കിളിർഞ്ഞെട്ടിൽ തങ്ങി നിൽപ്പൂ. മുളയ്ക്കാതെ പിളർന്നെഞ്ചിൽ മിടിക്കാതെ തുടിക്കുന്നു വിത്തരി ചെഞ്ചമത്തിന്റെ കൃത്തിലൂറും സത്യമായി പാവലേ. ഒഴുക്കുത്തിൽ അഴുത്തിട്ടും അറ്റുവീഴാൻ മടിച്ചല്ലോ ഉറ്റുനോക്കുന്ന ആകാശം ഇറ്റു തണ്ണീരൊട്ടു മണ്ണ്. പടർന്നോളാനൂന്നു തന്ന കരുത്തിന്മേൽ കൊരുത്തേക്കാം പാവലേ പാവലേ. പശിക്കെന്ത് പരബ്രഹ്മം പശിക്കെന്ത് പരബ്രഹ്മം കലർപ്പല്ലോ കശർപ്പല്ലോ കർമ്മപുണ്യം പാവലിന്നോ പാതിവൃത്യം. പാവലിന്നോ പാതിവൃത്യം പാകമായാൽ വെച്ചു തിന്നാം പാപമില്ല പാവലല്ലേ പാവമാമൊരു പാവലല്ലേ. കശർപ്പല്ലോ കർമ്മപുണ്യം പാവലിന്നോ പാതിവൃത്യം പാകമായാൽ വെച്ചു തിന്നാം പാപമില്ല പാവലല്ലേ പാവമാമൊരു പാവലല്ലേ പാവലേ എൻ പാവലേ. ഈ കവിത കേൾക്കുന്നതോടുകൂടി ഈ കവിതയുടെ വായനാനുഭവത്തിലേക്ക് കൂടി പ്രവേശിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ തോന്നേണ്ടതുണ്ട്. ഇതടക്കമുള്ള ഇതിന് സമാനമായിട്ടുള്ളതും ഇതിൽ നിന്ന് നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള നിരവധി കവിതകൾ കൊണ്ട് സമൃദ്ധമാണ് ശിവകുമാർ അമ്പലപ്പുഴയുടെ ഈ കവിതാ സമാഹാരം. ഇതിൻ്റെ നേരെ വിപരീതമായൊരു കവിതയിലേക്ക് കൂടി നമ്മൾക്ക് പോകാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു സ എന്ന കവിത അത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ട് ഈ സമാഹാരത്തിലേത്. ഇതിൻ്റെ നേരെ വിപരീത സ്ഥായിയിലുള്ള ഒരു കവിതയായിട്ടാണ് അത് വരുന്നത്. നമ്മൾക്കിനി 2 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ആ രീതിയിൽ ആ കവിതയുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുമോ ശിവകുമാർ അമ്പലപ്പുഴ? അങ്ങനെ ചെയ്യാം. അപ്പൊ സ എന്ന കവിത കുറിച്ചു തരാമെന്നവൾ പറഞ്ഞതാണ് എന്നിട്ടും മറന്നല്ലോ. കുറിച്ചു തരാമെന്നവൾ പറഞ്ഞതാണ് എന്നിട്ടും മറന്നല്ലോ. സവാള സോസ് സിന്ദൂരം 4ാമത് ഏതായിരുന്നു സ. സാരി സെൽഫോൺ സ്വർണം സാത്ര സരമാകു സോൽബല്ലോ സേതു സാനു സക്കറിയ സ്പീൽബർഗ് സത്യജിത് റേ സനൂസി. ക്ലാസിക്കിലില്ല താല്പര്യം. സത്യനന്ദിക്കാടിൽ ഒതുങ്ങും ഏറിയാൽ സിബി സിദ്ദിഖ് ലാൽ. സച്ചിദാനന്ദൻ എസ് ജോസഫ് സന്തോഷ് സുസ്മേഷ് സുധീഷ് സുധീര സുധാകർ മംഗളോദയം സാവിത്രി സാറ സുഗതകുമാരി സിസ്റ്റർ ജസ്മിൻ സിത്താര പെണ്ണെടുത്തും പഥ്യമല്ല. സൗഭാഗ്യ ലോട്ടറി സുവിശേഷം സാമ്പ്രാണി സ്തനകഞ്ചുകം സ്പോഞ്ച് സേമിയ സാഹിത്യകാരൻ സാഹിത്യചോരൻ സോപ്പ് സ്തോത്രം സാഹിത്യ വിമർശം താട്ടാക്കച്ചവടം സാഹിത്യ അവാർഡ് സുന്ദരവിട്ടി സാംസ്കാരിക നായകൻ സകലകല സാഹിത്യജാലകം സൂചിക്കുഴ സൂഫി സദ്ദാം സൂപ്പർ താരം സന്യാസി സ്റ്റണ്ട് സ്ഖലനം സെപ്റ്റിപ്പിൻ സാക്ഷ ശ്രീബ സെമിത്തേരി സിംഹാസനം സായിപ്പ് സിഫിലിസ്
സെക്രട്ടേറിയറ്റ് സെപ്റ്റിക് ടാങ്ക്, സർക്കാർ സ്നേക്ക് ആൻഡ് ലാഡർ സംതിങ്, സ്വയം ബാങ്ക് സർക്കസ് സോഷ്യലിസം, സ്റ്റാലിൻ സർസിപി സഖാവ് സൂപ്പർമാൻ സ്വഭാവ ദൂഷ്യം സോംനാംബുലിസം, സ്പിരിച്വൽ ധ്യാനം സോഡമി സ്പിരിറ്റ്, സർവകലാശാല സർദാർജി ഫലിതം, സെനറ്റ് സ്വാശ്രയം സ്വൈരക്കേട്, സ്വാതി തിരുനാൾ സുരതം സുന്നത്ത്, സന്താനഗോപാലം സാഫോ സ്റ്റിക്കർ പൊട്ട്, സുഹൃത്ത് സ്വർഗത്തിലെ കട്ടുറുമ്പ്, സാമ്പിൾ വെടിക്കെട്ട് സ്വയംഭോഗം സമാധാനം, സുകുമാരക്കുറുപ്പ് സായിബാബ സാത്താൻ, സച്ചിൻ സഞ്ജു സ്പോൺസർഷിപ്പ്, സാനിയ സ്റ്റെറോയിഡ്, സെറീന സരിത സ്വപ്ന സാനിറ്റൈസർ, സംഭോഗം സുമോ ഗുസ്തി സഹനശക്തി, സിം കാർഡ് സെറ്റപ്പ് സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാമിന സാനിറ്ററി പാഡ് സ്നക്കി, സ്ത്രീധനം സ്റ്റൗ സിലിണ്ടർ സീലിംഗ് ഫാൻ, സവാരി ഗിരിഗിരി സത്യമേവ ജയതേ, സാറേ സാറേ സാമ്പാറേ, സാരേ ജഹാൻ സെ അച്ഛാ, സായിപ്പും മദാമ്യം കൊല്ലത്ത് പോയി, സംഭവാമി യുഗേ യുഗേ, സംഘപരിവാർ സുഡോക്കു, സെക്കുലർ സമദൂരം സംവരണം, സമൃദ്ധി വാർത്താഹശ്രൂയന്താം, സപ്ലൈകോ സംഘർഷം സഹശയനം, സാരോപദേശം സർവാധിപത്യം, സുബ്ബലക്ഷ്മി സുന്ദരാമ്പാൾ സൈകൾ, സുൽത്താൻ സുലൈമാനി സുരയ്യ, സിനിമ സീരിയൽ സോറിയാസിസ്, സമ്പാദ്യം സുനാമണി സീറോ, ഒന്നുമല്ല ചൊല്ലിടാനും മനസ്സില്ല, ഒടുവിലെങ്കിലും ഓർത്തല്ലോ അവൾ പറഞ്ഞവയല്ലാതെ സ്വയം മനസ്സിൽ കുറിച്ചതല്ലേ, സീസർ ഫുള്ളും സോഡയും. സ എന്ന ഒരക്ഷരത്തെ ഭാഷയുടെ വിവിധ തലങ്ങളിലൂടെ കൊണ്ടുപോവുകയും ആ സ നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, അനുഭവത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം ഏതൊക്കെ വിചിത്ര തലങ്ങളിലൂടെ പോകുന്നുവെന്നുള്ള അനുഭവതലങ്ങളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന, പല തലങ്ങളിൽ വായിച്ചെടുക്കാവുന്ന, നേരത്തെ ഈണത്തിൽ വായിച്ചു കേട്ട പാവലെ എൻ പാവലെ എന്ന കവിതയുടെ നേരെ വിപരീത ശ്രേണിയിൽ നിൽക്കുന്ന, മലയാള കവിതയുടെ പുതിയ വഴിത്താരകളുടെ ഒരു വശം വ്യക്തമാക്കുന്ന സ എന്ന കവിത കൂടി വായിച്ചിരിക്കുന്നു ശിവകുമാർ അമ്പലപ്പുഴ. ശിവകുമാർ അമ്പലപ്പുഴയുടെ കവിതകൾ എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോഗോസ് ബുക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കവിതാ ജീവിതത്തിലെ സമഗ്രമായൊരു സ്വരൂപം. ഇനിയും കവിതാ ജീവിതത്തിൻ്റെ യാത്ര മുന്നോട്ട് പോകട്ടെ എന്ന് ആശിക്കുന്നു. വളരെ സന്തോഷം. നന്ദി.